ഹായ് കൂട്ടുകാരെ, വോക്ക് വിത്ത് നങ്ങേലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമുക്ക് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് കടന്നാലോ? വേണ്ടേ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കോട്ടയം ചന്ത, നമ്മുടെ കോട്ടയംകാരുടെ സ്വന്തം മാർക്കറ്റ്. നമുക്ക് വീഡിയോസൊക്കെ ബാക്ക് ടു ബാക്ക് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൽ ഒരു ഡിലേ വന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങനെയായിരിക്കും വീഡിയോ ഒക്കെ എടുക്കുന്നതെന്നുള്ളത്. കണ്ട, ഇവനാണ് നമ്മുടെ താരം, ഇവനാണ് നമ്മുടെ ഹീറോ. കണ്ടോ, റെഡ്മി നോട്ട് 12 Pro. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ആദ്യം പോയത് നമ്മുടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ കോട്ടയം ചന്തയ്ക്കകത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സപ്ലൈകോ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ സബ്സിഡിയും ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് മാത്രം കൊണ്ടു ചെന്നാൽ മതി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇന്നെന്തോ ഒരു അവധി ദിവസം പോലെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഫീൽ ചെയ്തത്. മഴയായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റി. സപ്ലൈകോ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് ഏകദേശം ഒരു 356 രൂപയെ ഇവിടെ നമുക്കായിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ ബാലൻസ് റെസിപ്പിക്കായിട്ട് നമ്മൾ പോയത് അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ശ്രീവ്യാസ സ്റ്റോറിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ധാന്യങ്ങളുടെ കളക്ഷനായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പം മഴ ചതിച്ചു ഗൈസ്. നമ്മൾ കുറേ നേരം അവിടെ നോക്കി നിന്നു. ലാസ്റ്റ് നമുക്കൊരു ഓട്ടോ കിട്ടി. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ അവിടെയെല്ലാം. എങ്ങനെയൊക്കെയോ നമ്മൾ പച്ചക്കറി മാർക്കറ്റിൽ എത്തിപ്പെട്ടു. കണ്ടോ, ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. നമ്മുടെ സ്റ്റോറൊക്കെ കണ്ടുപിടിച്ചു. ഒരു ബിസിനസ്സിന് മോട്ടീവ് പ്രോഫിറ്റ് എന്ന പോലെ തന്നെ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളവിടെ പച്ചക്കറികളൊക്കെ നോക്കി തരംതിരിച്ചെടുക്കുകയായിരുന്നു. ഈ പച്ചക്കറി മാർക്കറ്റിൻ്റെ തന്നെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഷോപ്പ് കൂടി ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോലുള്ള ഓരോ സംരംഭകർ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്തു നോക്കുമായിരുന്നു. കൂടുതലും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഏരിയ മധുരമാണല്ലോ. അപ്പോൾ പിന്നെ ആ ഏരിയയിലായിരുന്നു ഞാനും ചിന്നുമൊക്കെ നിന്നിരുന്നത്. സലി സ്റ്റോഴ്സ് എന്നാണ് കേട്ടോ ഈ സ്റ്റോറിൻ്റെ പേര്. ഇവിടെ ഈ ഫുഡ് പ്രോഡക്ട്സുകൾ മാത്രമല്ല, നമുക്ക് ഈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, അതായത് റോ മെറ്റീരിയൽസ്, ഈ പ്ലാസ്റ്റിക് കവറുകൾ, അതിൻ്റെ സീലിങ്സ്, റബ്ബർ ബാൻഡ്സ്, അങ്ങനെയുള്ള സകല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റ്സും ഒക്കെ യൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കിപ്പം സീലിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവിടെ നിൽക്കുന്ന ആളുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. വളരെ നല്ലൊരു സർവീസാണ് കേട്ടോ അവിടെ. നമ്മൾ ഈ ചിലവാക്കിയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണമല്ലോ. അതിനായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടൻറ്റ് ഇതാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ അക്കൗണ്ടൻറ്റ്. പുള്ളിക്കാരി എല്ലാം ഓരോ ടൈമും കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തത് പോയത് സദേൺ എന്ന് പറയുന്നൊരു സ്റ്റോറിലേക്കായിരുന്നു. അതും നമ്മുടെ ഈ ചന്തയ്ക്കകത്ത് തന്നെയാണ്. ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമുക്കിവരും ഇവിടെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ കോട്ടയം പ്രദേശത്തൊക്കെയുള്ള ചെറിയ സംരംഭകർക്ക് ഇതൊക്കെ ഉപകാരമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് അത്യാവശ്യം നമുക്ക് വലിയ കുപ്പികളും ഭരണികളും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോയത് കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്തുള്ള AM സ്റ്റോഴ്സിലേക്കായിരുന്നു കേട്ടോ. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന് കസ്തൂർബ സെൻറ്ററിന് സമീപമാണ്. ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാകും. അപ്പോൾ യുവ സംരംഭകരൊക്കെ ഇവിടെയും വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. രാവിലെ മുതൽ നടന്ന് ഞങ്ങൾക്ക് 4 പേർക്കും നല്ല രീതിയിൽ ക്ഷീണവുമുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശപ്പുമുണ്ട്. അപ്പം നമ്മൾ അടുത്ത സ്പോട്ട് എങ്ങോട്ടായിരിക്കും? ഈ സ്പോട്ട് വേറെങ്ങുമല്ല, നമ്മുടെ കോട്ടയം തിരുനക്കര സ്റ്റാൻഡിന് സമീപമുള്ള ആര്യഭവനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ദോശകൾ നമുക്കിവിടെ കോട്ടയത്ത് അവൈലബിൾ ആണ്. എന്നാലും നമ്മളിവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടിയിരിക്കുമ്പം ഈ ഒരു സ്പോട്ടാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാറ്. ഇനി സാധനങ്ങളൊക്കെ തൽക്ഷണം പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് നമ്മുടെ സ്റ്റോക്കിൻ്റെയും പേയ്മെൻറ്റ്സിൻ്റെയും ഒക്കെ കണക്കെടുപ്പ് തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പം വരുന്ന വീഡിയോയിൽ നമുക്ക് അടുത്തടുത്ത് നമ്മുടെ നങ്ങേലിയുടെ വിശേഷങ്ങൾ കണ്ടറിയാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.